ഹായ് എവരിവൺ. 9ാം ക്ലാസ്സിലെ ബയോളജിയുടെ 5ാമത്തെ ചാപ്റ്ററായ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന പാഠഭാഗത്തിൻ്റെ അടുത്ത പാർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നെക്സ്റ്റ് പേജ് നമ്പർ 131, ടീനേജ് പ്രഗ്നൻസി, കൗമാര ഗർഭധാരണം. Pregnancy between 10 to 19 years is commonly called teenage pregnancy. The adolescent's body may not have the physical capacity to handle extreme stress such as childbirth. There are chance of many complications during pregnancy and childbirth in this period. It is dangerous for the health of the mother and the baby, as they are not mentally prepared to shoulder the responsibility of motherhood. They may be affected by psychiatric issues like depressions, premature births, babies having low weight at birth, occurrence of various morbidities, and high maternal and infant mortality rates are common in teenage pregnancy. Adolescent pregnancy with or without sexual exploitations often leads to unsafe termination of pregnancy. ടീനേജ് പ്രഗ്നൻസി എന്നാൽ 10 മുതൽ 19 വയസ്സ് വരെ ഇടയിൽ ഉണ്ടാകുന്ന കോമൺ ആയിട്ട് പറയുന്ന പ്രഗ്നൻസിയാണ് നമ്മൾ ടീനേജ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മൾ അഡോളസൻസ് ആണ്. ഈ അഡോളസൻസിൻ്റെ ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലായിട്ട് ഒരു തരത്തിലുള്ള കപ്പാസിറ്റി, അതായത് നമ്മൾ എക്സ്ട്രീമൈസ് ആയിട്ടുള്ള ഒരു സ്ട്രെസ്സൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഈ പ്രഗ്നൻസി സമയം എന്ന് പറഞ്ഞു. ആ സമയത്തുണ്ടാകുന്ന ആ സ്ട്രെസ്സിനെയൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കരുത്തുള്ള സമയമല്ല അഡോളസൻസ് സമയം എന്ന് പറയുന്നത്. ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നൊക്കെ പറയുന്നത് വലിയ സങ്കീർണമായിട്ടുള്ള പ്രവർത്തനമാണ് അല്ലേ. അതിനെയൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ ഈ കുഞ്ഞുങ്ങൾക്ക് കഴിവുണ്ടാവില്ല. ദർ ആർ ചാൻസ് ഓഫ് മെനി കോംപ്ലിക്കേഷൻസ് ഉണ്ടാവും ഈ പ്രഗ്നൻസി സമയത്ത് അല്ലേ. ചൈൽഡ് ബർത്തിന് നമുക്ക് എന്ത് ചെയ്യാനും ഭയങ്കര നല്ല ഡേഞ്ചറസ് ആയിരിക്കും ഈ സമയത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്, മദറിനും അതേപോലെ തന്നെ ബേബിക്കും. ഇതെന്താണ്, ഇവർ മെൻ്റലി പ്രിപ്പയർഡ് അല്ല. അതുപോലെ തന്നെ ഇത്രയും വലിയ റെസ്പോൺസിബിലിറ്റീസൊക്കെ ഹാൻഡിൽ ചെയ്യാൻ അവർക്ക് എന്തില്ല, ത്രാണി ഇല്ലാതിരിക്കുന്നൊരു സമയമാണ്. ഒരു മദർഹുഡായിട്ട് വരിക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് ആ സമയത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത അതായത് മാനസികപരമായിട്ട് ഡിപ്രഷൻ ഉണ്ടാകുന്നതും. അതുപോലെ ഈ സമയത്ത് പ്രീമെച്ചുറായിട്ടുള്ള ബേബീസ് പ്രീമെച്ചുറാകുന്നത്, അതായത് മാസം തികയാതെയുള്ള പ്രസവം, പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ജനന സമയത്ത് വെയിറ്റ് കുറവായിരിക്കും. അതുപോലെ തന്നെ പലതരത്തിലുള്ള രോഗങ്ങളോട് കൂടിയ കുഞ്ഞുങ്ങളായിരിക്കും അല്ലെങ്കിൽ ജനിക്കുന്നത്. അതുപോലെ അതിനേക്കാളും വലിയൊരെണ്ണമാണ് ഹൈ മെറ്റേണൽ ആൻഡ് ഇൻഫൻറ്റ് മൊർട്ടാലിറ്റി, മരണനിരക്ക് അല്ലേ. അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും മരണത്തിന് വരെ ഇത് കാരണമാകാം ടീനേജ് പ്രഗ്നൻസി. അതുപോലെ തന്നെ നമുക്കെതിരായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള സുരക്ഷിതമല്ലാത്ത ഈ രീതിയിലുണ്ടാകുന്ന എന്തെങ്കിലും ചൂഷണം രീതിയിലുണ്ടായ ഗർഭമാണെങ്കിലും അല്ലാത്ത രീതിയിലുണ്ടായ പ്രഗ്നൻസി ആണെങ്കിലും ചിലപ്പം അത് ടെർമിനേഷൻ, അതായത് അബോർഷൻ വരെ ഉണ്ടാകാം ഈ പ്രഗ്നൻസി. Sexual assault is an act that violates a person's rights and dignity. Anyone can be victims regardless of one's age, gender or background. It is important to recognize that sexual assault is never the victim's fault and that everyone has the right to feel protected and respected in all circumstances. അതെ, സെക്ഷൽ അസോൾട്ട് അതായത് ലൈംഗിക അതിക്രമം എന്ന് പറയുന്നത് നമുക്ക് ആരുടെയും ഒരു വ്യക്തിയുടെ അവകാശങ്ങളും അന്തസ്സിനും ലംഘിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ സെക്ഷൽ അസോൾട്ട് എന്ന് പറയുന്നത്. അത് ആരായിക്കോട്ടെ, അതിന് നമുക്കൊരു തരത്തിൽ നമുക്കറിയാം, ഒരു ഏജോ അല്ലെങ്കിൽ ജെൻഡറോ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും അതിന് ഒരു കാരണവുമല്ല, പരിഗണിക്കാതെയാണ് നമുക്കിത് നടക്കുന്നത്, ഇത് സംഭവിക്കുന്നത്. ഈ ലൈംഗിക അതിക്രമം ഒരിക്കലും അതിനിരയാകുന്ന വ്യക്തിയുടെ തെറ്റുകൊണ്ടല്ലെന്നും അതുപോലെ തന്നെ എല്ലാ സാഹചര്യങ്ങളും, അതായത് നമുക്ക് നല്ല പ്രൊട്ടക്ഷനും അതേപോലെ നമ്മുടെ റെസ്പെക്റ്റും എല്ലാം എല്ലാവരുടെയും അവകാശമാണ്. അതെല്ലാം നമ്മൾ തിരിച്ചറിയേണ്ടത് നമ്മുടെ അത്യാവശ്യവുമാണ്. അണ്ടർസ്റ്റാൻഡിങ് വാട്ട് സെക്ഷൽ അസോൾട്ട് ഈസ് ആൻഡ് ഹൗ ഇറ്റ് ഹാപ്പൻസ് ഇസ് ദ ഫസ്റ്റ് സ്റ്റെപ്സ് ടു പ്രിവെൻറ്റ് ഇറ്റ്. Consenting to sexual activity and becoming a victim to sexual exploitations are both equally dangerous. If you are experiencing sexual violence or having concerns about your safety, you should seek the necessary support from the members of your family or from the legal system. The sexual assaults against those who are below 18 years come under POSCO Act in India. Counselors at adolescent-friendly health centers can be approached confidentially for real-time solutions to such problems and health concerns. Health departments 24 hours Disha helpline numbers 1056 or 104 can be accessed to avail their services. സെക്ഷൽ അസോൾട്ട് എന്താണെന്നും എങ്ങനെ സംഭവിക്കുന്നെന്നും മനസ്സിലാക്കുന്നതാണ് ഈ സെക്ഷൽ അസോൾട്ട് തടയുന്നതിൻ്റെ പ്രധാന ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇങ്ങനെ സെക്ഷൽ അസോൾട്ടിൽ ഏർപ്പെടാൻ നമ്മൾ കൺസേൺ ആവുന്നതും അതുപോലെ തന്നെ ഇതിൻ്റെ വിക്റ്റിം ആവുക എന്ന് പറയുന്നതും, ഇത് രണ്ടും ഇരയാകുന്നതും രണ്ടും നമ്മൾ നേരിട്ട് വരുന്ന ഒരു പ്രശ്നം തന്നെയാണ് അല്ലേ. രണ്ടും പ്രശ്നം തന്നെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഈ രീതിയിൽ സെക്ഷൽ അസോൾട്ടിൻ്റെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സെക്ഷൽ വയലൻസ് നിങ്ങളാരെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങളത് എന്ത് ചെയ്യുക, ഉടനെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ
ലോസിൽ ഒരുപാട് പിന്തുണയുണ്ട്. അതായത് 18 വയസ്സായിട്ടുള്ള താഴെയുള്ള കുട്ടികൾക്കെതിരെയുള്ള ഈ അതിക്രമങ്ങൾക്ക് പറയുന്ന അത് നിയമം എന്ന് പറയുന്നത് പോസ്കോ ആക്ട് ആണ്. നമ്മുടെ ഇന്ത്യയിലെ പോസ്കോ ആക്ടിന്റെ പരിധിയിൽ വരുന്നതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ ആരോഗ്യ സംബന്ധമായിട്ട് നമുക്ക് അതായത് ആരും ഇതിൻ്റെ രഹസ്യപരമായിട്ട് തന്നെ ഈ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അവരോട് സംസാരിക്കാം. ആരോഗ്യ കേന്ദ്രങ്ങളിലുള്ള കൗൺസിലർമാരുണ്ട്, അവരെ നമുക്ക് സമീപിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ഹെൽത്ത് കെയറിൻ്റെ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ദിശ ഹെൽപ്പ് ലൈൻ നമ്പറുകളുണ്ട്. 1056 എന്ന് പറയുന്നത്, അതുപോലെ 104 വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സേവനം 24 മണിക്കൂറും ലഭ്യമാണ്. നമുക്കിവിടെ വിളിച്ച് പറയാം. അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ആശാ വർക്കേഴ്സ് ഉണ്ട്, അവിടെ നമുക്ക് ഒരു തരത്തിൽ ഇതിനെ നമുക്ക് നല്ല സേഫായിട്ട് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ നമുക്ക് അവിടെ അവതരിപ്പിക്കുകയും ചെയ്യാം. അപ്പം നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഉള്ള എന്തെങ്കിലും അതിക്രമങ്ങൾ നേരിടുന്നവരോ അല്ലെങ്കിൽ ചൂഷണങ്ങളോ അത് സംസാരം കൊണ്ട് പോലും നിങ്ങൾക്കെതിരായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള അതിക്രമങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവരെ സമീപിക്കേണ്ടതാണ്. അത് വളരെ രഹസ്യപരമായിട്ട് തന്നെ അവർ കൈകാര്യം ചെയ്യുകയും ചെയ്യും. വേരിയേഷൻ ഇൻ ദി ബർത്ത് റേറ്റ്, ജനന നിരക്കിലെ വ്യതിയാനങ്ങൾ. അല്ലേസ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ. നമ്മൾ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയിട്ട് നമ്മുടെ ഒപ്പീനിയൻ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. നോക്കിയാട്ടെ. ഫ്രീക്വൻറ്റ് പ്രഗ്നൻസി മേ എഫക്ട് ദി ഹെൽത്ത് ഓഫ് ദി മദർ ആൻഡ് ചിൽഡ്രൻ. അതെ, അടുത്തടുത്തുള്ള ഗർഭധാരണം അമ്മയ്ക്കും കുഞ്ഞിനും വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. അതുകൊണ്ട് ഒരു കുറഞ്ഞ 3 വർഷ കാലയളവിന് ശേഷമേ അടുത്ത പ്രഗ്നൻസിക്ക് ശേഷം അടുത്ത പ്രഗ്നൻസി ആകാവൂ കേട്ടോ. ഇനി അടുത്ത് നോക്കിയാട്ടെ. ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ക്രിയേറ്റ് അഡ്വേഴ്സ് എഫക്റ്റ് ഇൻ ദി എൻവയോൺമെൻറ്റ് ആൻഡ് ഇൻ ദി യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. നമ്മുടെ ഈ ജനസംഖ്യയുടെ വളർച്ച നമ്മുടെ എൻവയോൺമെൻറ്റിനും പ്രശ്നമാണ്. അതുപോലെ തന്നെ റിസോഴ്സസിൻ്റെ അളവ് കുറയും അല്ലേ. ആളുകളുടെ എണ്ണം കൂടുകയും അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന റിസോഴ്സസിൻ്റെ അളവ് കുറയുകയും ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്. അതിൻ്റെ വിനിയോഗത്തിലൊക്കെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് അവിടെ ഒരു സ്ട്രഗിളും ഒക്കെ അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടാകും. അപ്പം അതും വലിയ രീതിയിലുള്ള പ്രശ്നമുണ്ടാക്കുന്ന ഒന്നാണ്. ഇനി അടുത്ത്, ഇൻ സം കൺട്രീസ് വെയർ ദ ബർത്ത് റേറ്റ് ഈസ് ലെസർ എക്സ്ട്രാ ടൈം ആൻഡ് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ ചൈൽഡ് കെയർ ആർ ഗിവൺ. ചില സ്ഥലങ്ങളിൽ ബർത്ത് റേറ്റ് കുറവുള്ള സാഹചര്യത്തിൽ അവിടെ എന്ത് കൊടുക്കേണ്ടി വരും? നമ്മൾ ഒരുപാട് ഫിനാൻഷ്യൽ കെയർ കൊടുക്കണം. അതുപോലെ തന്നെ അവർക്കാണെങ്കിൽ നല്ലപോലെ എക്സ്ട്രാ ടൈം ഒക്കെ കൊടുക്കണം കുഞ്ഞുങ്ങളെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. അവിടുത്തെ കുഞ്ഞുങ്ങളുടെ റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഇതെല്ലാം? അവിടുത്തെ ബർത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദ കൺട്രീസ് ഇൻ ദ വേൾഡ് ഫേസ് ഇഷ്യൂസ് ഓഫ് ഹൈ ബർത്ത് റേറ്റ് ആൻഡ് ലോ ബർത്ത് റേറ്റ്. അപ്പം നമുക്ക് പല കൺട്രീസും നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ചില സ്ഥലങ്ങളിൽ ബർത്ത് റേറ്റ് കൂടുതലായിരിക്കും അവർക്ക് പ്രശ്നം, ചില സ്ഥലങ്ങളിൽ ബർത്ത് റേറ്റ് ഉള്ളതായിരിക്കും അവിടുത്തെ പ്രശ്നം. എന്തായാലും ഈ ബർത്ത് റേറ്റ് കൂടിക്കഴിഞ്ഞാലും അത് പ്രശ്നമാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പം അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാലും പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള പ്രഗ്നൻസി ഉണ്ടാവാതിരിക്കാൻ വേണ്ടി അല്ലേ. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഈ ബർത്ത് റേറ്റ്, അതായത് ഈ പ്രഗ്നൻസി ഉണ്ടാവുകയാണെങ്കിലാണല്ലോ ബർത്ത് റേറ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു കൺട്രോൾ വേണം അല്ലേ. കൺട്രോൾ ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള മാർഗ്ഗങ്ങളുണ്ട്. അതായത് ബർത്ത് റേറ്റ് ഇൻക്രീസ് ചെയ്യാതിരിക്കാനും അതേപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാകുന്ന ഈ പ്രഗ്നൻസി ഒഴിവാക്കാനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെല്ലാം ഒരു കൺട്രോളിങ് സിസ്റ്റംസ് ഒരുപാട് രീതിയിലുള്ള മെത്തേഡുകളുണ്ട് അല്ലേ. കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് ആർ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പം അത് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എന്താണ് ഈ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ്? അത് നമുക്ക് എന്താണെന്ന് നോക്കാം. ഗർഭനിരോധന മാർഗങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള മാർഗങ്ങളുണ്ട്. നമുക്കിതെന്താണ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് നോക്കാം. Contraceptives are methods or devices used to interrupt the process of conception. It plays a vital role in family planning. This gives an opportunity for the couple to decide when to give birth to children. A gap of 2 to 5 years between pregnancies can improve the mother's health, and it gives opportunity for the parents to provide adequate care for the first child. There are contraceptive methods available for both men and women. അതായത് കോൺട്രസെപ്റ്റീവ് മെത്തേഡ്സ് അല്ലെങ്കിൽ ഗർഭനിരോധന മാർഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പ്രഗ്നൻസി ആവുന്നത് തടസ്സപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ രീതികളെയാണ് അല്ലെ, അതിന് ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഫാമിലി പ്ലാനിങ്ങിൽ ഇതിന് നിർണായകമായിട്ടുള്ള പങ്കുണ്ട്. നമുക്ക് നമ്മുടെ ഒരു കപ്പിളിന് ഒരു കുഞ്ഞുണ്ടായി അല്ലേ, വേണമെന്ന് നമുക്ക് ഒരു കുഞ്ഞ് എപ്പോൾ വേണമെന്ന് തീരുമാനിക്കാനുള്ള അവസരം നമുക്കിത് നൽകുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് പ്രഗ്നൻസിക്ക് ശേഷം ഒരു 2 മുതൽ 5 വരെ വർഷങ്ങളുടെ ഇടവേള വേണം ആ മാതാവിന് നല്ല രീതിയിൽ അടുത്ത കുഞ്ഞിനെ പരിപാലിക്കാൻ, നല്ല ആരോഗ്യമായിട്ടുള്ള അടുത്തൊരു കുഞ്ഞിനെ നമുക്ക് വാർത്തെടുക്കാനും അതുപോലെ തന്നെ ആദ്യത്തെ കുഞ്ഞിനെ നല്ല രീതിയിൽ പരിചരണം നൽകുന്നതിനുമൊക്കെ ഇതൊരു നല്ല ഇത്രയുമെങ്കിലും ഒരു ഗ്യാപ്പ് 2 മുതൽ 5 വയസ്സ് വരെയുള്ള ഒരു ഗ്യാപ്പ് അത്യാവശ്യമായിട്ടും ഈ കപ്പിൾസിന് വേണം. അതുപോലെ തന്നെ
സ്ത്രീകൾക്കും പുരുഷന്മാർക്കും സ്വീകരിക്കാവുന്ന രീതിയിലുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഇന്ന് അവൈലബിൾ ആണ്. നമുക്ക് കുറച്ച് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് പരിചയപ്പെടാം. ഫസ്റ്റ് വൺ ഈസ് ഓറൽ കോൺട്രാസെപ്റ്റീവ് പിൽസ്. ഇത് ഹോർമോൺ ഗുളികളാണ്, നമ്മൾ ഓറലി കഴിക്കുന്ന ഗുളികളാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇൻറപ്റ്റ് ഓവുലേഷൻ, നമ്മുടെ ഓവുലേഷനെ തടസ്സപ്പെടുത്തുകയാണ് ഈ ഹോർമോൺ മെഡിസിൻസിൻ്റെ ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഓവുലേഷൻ നടന്നില്ലെങ്കിൽ അവിടെ എന്ത് നടക്കത്തില്ല? ഫെർട്ടിലൈസേഷൻ നടക്കത്തില്ല, എഗ് ഉണ്ടാവത്തുമില്ല, ഫെർട്ടിലൈസേഷൻ നടക്കുകയുമില്ല. നെക്സ്റ്റ് ഡയഫ്രം. ഡയഫ്രം പ്രിവെൻറ്റ്സ് സ്പേംസ് ഫ്രം റീച്ചിങ് ദി യൂട്രസ്. അപ്പോൾ ഡയഫ്രം നമ്മുടെ സ്പേംസ് യൂട്രസിലേക്ക് റീച്ച് ചെയ്യുന്നത് തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻറ്റ്സ് ആണ്. ഇത് നമ്മുടെ ഫീമെയിലിൻ്റെ വജേനയിലാണ് ഈ എക്യുപ്മെൻറ്റ്സ് നമ്മൾ നിക്ഷേപിക്കുന്നത്. അപ്പോൾ ഇത് സ്പേംസ് യൂട്രസിനുള്ളിലേക്ക് കയറാതെ ഇത് പ്രിവെൻറ്റ് ചെയ്യാനാണ് ഈ ഡയഫ്രം സഹായിക്കുന്നത്. നെക്സ്റ്റ് സ്പേമിസൈഡ്സ് യൂസ് ടു ഡിസ്ട്രോയ് സ്പേംസ് നിയർ ദി സെർവിക്സ് ഇൻ ദി യൂട്രസ്. അപ്പം നമ്മുടെ യൂട്രസിനുള്ളിലേക്ക് അല്ലെങ്കിൽ ഇതിന് സെർവിക്സിലൂടെ സ്പേംസ് മൂവ് ചെയ്ത് പോകാതെ അവിടെ എത്തുന്ന സ്പേമിനെ അവിടെ വെച്ച് തന്നെ നശിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പേം നാശിനിയാണ് എന്തെന്ന് പറയുന്നത്, ഈ സ്പേമിസൈഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇതൊരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്, യൂസ്ഡ് ടു കില്ലിംഗ് അല്ലെങ്കിൽ ഇമ്മൊബിലൈസിങ് സ്പേമിനെ നശിപ്പിക്കാനോ അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെന്റ് ഇല്ലാതാക്കാനോ സഹായിക്കുന്ന ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ്. ഇതൊരു ക്രീം രൂപത്തില്, ജെല്ല് രൂപത്തിലും ഫോം രൂപത്തിലും ഒക്കെ അവൈലബിൾ ആണ്. നെക്സ്റ്റ് ഇൻട്രായൂട്രൈൻ ഡിവൈസ് അല്ലെങ്കിൽ IUD പ്രിവെൻസ് ഇംപ്ലാന്റേഷൻ. അപ്പോൾ ഇംപ്ലാന്റേഷൻ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂട്രസിലേക്ക് നിക്ഷേപിക്കുന്ന 2 ഉപകരണങ്ങളാണ് എന്തെന്ന് പറഞ്ഞത്, ഈ T ഷേപ്പിലുള്ളതും അതുപോലെ ഈ S ഷേപ്പിൽ കാണപ്പെടുന്ന ഈ 2 ഡിവൈസസ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഈ IUD 2 രീതിയിലുണ്ട്. ഒന്ന് ഹോർമോണൽ IUDയും ഉണ്ട്, കോപ്പർ IUDയും ഉണ്ട്. ഹോർമോണൽ IUD പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീസ് പ്രൊജസ്ട്രോൺ ടു തിക്കൻ സെർവിക്കൽ മ്യൂക്കസ്. അത് ഇത് ചെയ്യുന്നു, പ്രിവെന്റ് ഫെർട്ടിലൈസേഷൻ. അപ്പം ഇതൊരു പ്രൊജസ്ട്രോൺ ഹോർമോണിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ സെർവിക്സിന്റെ തിക്കനിങ് അങ്ങ് വർദ്ധിപ്പിക്കുക, അതിനകത്തെ മ്യൂക്കസിന്റെ തിക്കനിങ് വർദ്ധിപ്പിക്കുകയും അപ്പോൾ അതെന്തിൽ നിന്നും തടയും, നമ്മുടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് തടയുകയും ചെയ്യും. അടുത്ത കോപ്പർ IUDയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിലീസ് കോപ്പറാണ് ടു ക്രിയേറ്റ് ടോക്സിൻ ഫോർ സ്പേം. സ്പേമിനെ ടോക്സിൻ നശിപ്പിക്കാൻ സഹായിക്കുന്ന അല്ലെങ്കിൽ നശിപ്പിക്കാൻ ശക്തിയുള്ള ഒരു ടോക്സിക് സബ്സ്റ്റൻസ് ആണ് ഈ കോപ്പർ എന്ന് പറയുന്നത്. ഈ കോപ്പർ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള കോപ്പർ IUD നമ്മൾ ഇതിനുള്ളിൽ നിക്ഷേപിക്കും. അപ്പം സ്പേം വരുമ്പോഴത്തേക്ക് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോപ്പർ എന്ത് ചെയ്യും, സ്പേമിനെ അങ്ങ് നശിപ്പിക്കുകയും ചെയ്യും. അതാണ് ഈ 2 മാർഗങ്ങളെന്ന് പറയുന്നത്. അതുപോലെ ഈ IUDയുടെ ഈ കോപ്പർട്ടി എന്ന് നമ്മൾ പറയും, ഈ ഇൻട്രായൂട്രൈൻ ഡിവൈസ് ആയ കോപ്പർട്ടി ഒക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരുപാട് ഒരു 99% വരെ എഫക്റ്റീവായിട്ടുള്ളതും അതേപോലെ തന്നെ ഇത് നമുക്ക് ഒരു 10 വർഷത്തേക്ക് വരെ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ളതുമാണ് ഈ കോപ്പർട്ടിയുടെയൊക്കെ യൂസ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ട്യൂബക്ടമി. ബൈ കട്ടിങ് ഓർ ടൈയിങ് ദ ഓവിഡക്റ്റ് ദ പാസേജ് ഓഫ് ദി ഓവം ഈസ് ബ്ലോക്ക്ഡ്. നമ്മുടെ ഓവത്തിൻ്റെ പാസേജ് ബ്ലോക്ക് ചെയ്യത്തക്ക രീതിയിൽ ഓവിഡക്റ്റിനെ കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ ഓവിഡക്റ്റിൻ്റെ 2 സൈഡും കെട്ടിവെക്കുകയോ ടൈ ചെയ്ത് വെക്കുകയോ ചെയ്യുന്ന പ്രോസസ്സാണിത്. അതുപോലെ തന്നെ ഈ ട്യൂബക്ടമി ഈസ് എ പെർമനന്റ് മെത്തേഡാണ് ഓഫ് കോൺട്രാസെപ്ഷൻ ഇൻ വുമണിൽ നടക്കുന്ന പെർമനന്റ് ആയിട്ടുള്ള ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് കൂടിയാണ് നമ്മുടെ ട്യൂബക്ടമി എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാനൊക്കത്തില്ല, പ്രഗ്നന്റ് ആവാൻ പറ്റുന്നതല്ല. ഇങ്ങനെ ട്യൂബക്ടമി ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ എഗ്ഗിന് എന്ത് സംഭവിക്കുന്നറിയാവോ? Eggs are still released by the ovaries but are broken down and absorbed by the body. നമ്മുടെ ഓവത്തിലെ ഓവം പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും ഓവറീസ്, എന്നാൽ അത് അവിടെ വെച്ച് തന്നെ ബ്രേക്ക് ഡൗൺ ആയിട്ട് അത് നമ്മുടെ ബോഡിയിലേക്ക് തന്നെ അബ്സോർബ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് കോണ്ടംസ്. ഗർഭനിരോധന ഉറകളെന്ന് പറയും. പ്രിവെൻറ്റ്സ് ദി ഡെപ്പോസിഷൻ ഓഫ് സ്പേംസ് ഇൻ ദി വജൈന. വജൈനയിലേക്കുള്ള നമ്മുടെ സ്പേംസിൻ്റെ ഡെപ്പോസിഷൻ പ്രിവെൻറ്റ് ചെയ്യത്തക്ക രീതിയിൽ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനിൽ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെൻറ്റ്സ് ആണ് കോണ്ടംസ് എന്ന് പറയുന്നത്. ലാസ്റ്റ് വൺ വാസക്ടമി. ബൈ കട്ടിങ് ഓർ ടൈയിങ് ദ വാസ് ഡിഫറൻസ് ദ പാസേജ് ഓഫ് ദി സ്പേം ഈസ് ബ്ലോക്ക്ഡ്. ഇവിടെ നമ്മുടെ വാസ് ഡിഫറൻസിനെയാണ് എന്ത് ചെയ്യുന്നത്, കട്ട് ചെയ്യുകയോ ടൈ ചെയ്യുകയോ ചെയ്യുന്നത്. നമ്മുടെ സ്പേമിൻ്റെ പാസേജിനെ ബ്ലോക്ക് ചെയ്യുന്നു. ഇത് മെയിൽസിലാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ വുമൺസിലെ ട്യൂബക്ടമി ചെയ്യുന്നത് എന്ത് ചെയ്താണ്, ഓവത്തിൻ്റെ പാസേജ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഓവിഡക്റ്റിനായിരുന്നു നമ്മൾ കട്ട് ചെയ്യുകയോ ടൈ ചെയ്യുകയോ ചെയ്യുന്നത്. ഇത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ്റെ വാസ് ഡിഫറൻസിനെയാണ് നമ്മൾ കട്ട് ചെയ്യുകയോ ടൈ ചെയ്യുകയോ ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? സ്പേം എവിടെയൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ മെയിൽ ഓർഗൻസിലൂടെ വെളിയിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ചെയ്യുന്നത്, വാസക്ടമി. നെക്സ്റ്റ് പേജ് നമ്പർ 134, ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത. If a couple is unable to conceive naturally even after 1 year from the time they decide to conceive can be considered as infertility.
ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത എന്ന് പറഞ്ഞാൽ ഒരു കപ്പിള് കൺസീവ് ചെയ്യാൻ അഥവാ ഗർഭം ധരിക്കാൻ എന്ന് ആ ദമ്പതികൾ തീരുമാനിച്ചിട്ട് ആ സമയം മുതൽ ഒരു 1 ഇയറിനുള്ളിൽ അവർ കൺസീവ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, നാച്ചുറലായിട്ട് കൺസീവ് ചെയ്തില്ല, ഗർഭം ധരിച്ചില്ല എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ഇൻഫെർട്ടിലിറ്റി അഥവാ വന്ധ്യത എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞാൽ ഇഫ് എ കപ്പിൾ ഈസ് അൺഎബിൾ ടു കൺസീവ് നാച്ചുറലി ഈവൻ ആഫ്റ്റർ 1 ഇയർ ഫ്രം ദി ടൈം ദേ ഡിസൈഡ് ടു കൺസീവ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് ഇൻഫെർട്ടിലിറ്റി. ഇനി ഇതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. One or both the partners may have the physical conditions leading to infertility. Defects in sperm production, decrease in the number of sperms and their motility and certain diseases can cause male infertility. അപ്പം ഈ പങ്കാളികളിൽ ആർക്കെങ്കിലും ഒരാൾക്കോ അല്ലെങ്കിൽ 2 പേർക്കോ എന്തെങ്കിലും തരത്തിലുള്ള ഫിസിക്കൽ കണ്ടീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമായേക്കാം. മെന്നാണെങ്കിൽ ഡിഫൻസ് ഇൻ സ്പേം, അപ്പോൾ സ്പേമിൻ്റെ ഡിഫക്റ്റോ അല്ലെന്നുണ്ടെങ്കിൽ സ്പേം പ്രൊഡക്ഷൻ്റെ ഡിഫക്ട്സോ അല്ലെങ്കിൽ ഡിക്രീസ് ഇൻ ദ നമ്പർ ഓഫ് സ്പേംസിൻ്റെ നമ്പർ കുറയുന്നതോ അല്ലെങ്കിൽ അതിൻ്റെ മൊട്ടിലിറ്റി അല്ലേ അതിൻ്റെ ചലനക്കുറവോ അല്ലെങ്കിൽ പലതരത്തിലുള്ള രോഗങ്ങളോ ഒക്കെ ആയിരിക്കാം മെയിലിൻ്റെ ഇൻഫെർട്ടിലിറ്റിക്ക് പ്രധാനപ്പെട്ട കാരണം. In female, ovulation disorders, blockage in the fallopian tube and hormonal imbalances such as polycystic ovary syndrome അല്ലെങ്കിൽ PCOD എന്ന് പറയും, polycystic ovary disease അത് തന്നെയാണ്, can cause infertility in women. വുമൺ ആണെന്നുണ്ടെങ്കിൽ ഓവുലേഷൻ്റെ എന്തെങ്കിലും ഡിസോർഡറോ അല്ലെങ്കിൽ അവരുടെ ഫലോപ്പിൻ ട്യൂബിൽ എന്തെങ്കിലും ബ്ലോക്കേജ് ആയിരിക്കുന്നതോ അല്ലെങ്കിൽ ഹോർമോണൽ ഇംബാലൻസോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ PCOS അല്ലെങ്കിൽ PCODസോ ആയിരിക്കും ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറഞ്ഞത്. ഇതിന് പ്രധാന കാരണമാകുന്നത്, അതായത് മെയിലിനായാലും ഫീമെയിലിനായാലും ഇത്തരത്തിലുള്ള ഫിസിക്കൽ അബ്നോർമാലിറ്റീസിന് കാരണമെന്ന് പറയുന്നത് ടോക്സിൻസ്, പൊല്യൂഷൻ, സ്മോക്കിംഗ്, ഡ്രഗ് അബ്യൂസ്, കൺസപ്ഷൻ ആൽക്കഹോള്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ആൻഡ് ഇൻഫ്ലമേഷൻ ഓഫ് ദി റീപ്രൊഡക്റ്റീവ് ഓർഗൻ ക്യാൻ റെഡ്യൂസ് ദ ചാൻസ് ഓഫ് ഫെർട്ടിലിറ്റി ഇൻ ബോത്ത്. അപ്പം ടോക്സിൻസ്, എന്തെങ്കിലും വിഷവസ്തുക്കളോ അല്ലെ നമുക്കറിയാം, നമുക്ക് ഈ പൊല്യൂഷൻ ആയിക്കോട്ടെ, അതുപോലെ സ്മോക്കിങ്ങും ഡ്രഗ് അബ്യൂസും കൺസപ്ഷൻ ഓഫ് ആൽക്കഹോൾ, ഇതെല്ലാം, അതുപോലെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഉള്ള പല തരത്തിലുള്ള ഡിസീസസ് ഉണ്ട്. ഇതും അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൻ്റെ ഇൻഫ്ലമേഷൻസും എല്ലാം ഈ പറയുന്ന രീതിയിലുള്ള ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമായേക്കാവുന്ന പ്രശ്നങ്ങളാണ്. ഈ ഹോർമോൺ ആൻഡ് സെമൻ ടെസ്റ്റ് ഉണ്ട്, ടെസ്റ്റ് ഇൻ ദ ലബോറട്ടറി, അൾട്രാസൗണ്ട് സ്കാനിങ് ആൻഡ് ജെനറ്റിക്സ് ടെസ്റ്റ് ക്യാൻ ഡയഗ്നോസ് ദ കോസ് ഓഫ് ഇൻഫെർട്ടിലിറ്റി. അതുപോലെ മെഡിസിൻസ് ആൻഡ് അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ഒക്കെ ഉണ്ട്, സജാസ് ഇൻ വിട്രോ ഫെർട്ടിലൈസേഷൻ അല്ലെ IVF എന്നൊക്കെ പറയും, ബെനിഫിഷ്യൽ ഫോർ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെൻറ്റ്. ഇപ്പോൾ നമുക്കറിയാം ഇൻഫെർട്ടിലിറ്റി സെൻറ്റേഴ്സിൻ്റെ അളവ് നമ്പേഴ്സ് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മുടെ ഈ രീതിയിലുള്ള ഭക്ഷണക്രമങ്ങളും ഈ രീതിയിലുള്ള പ്രശ്നങ്ങളെല്ലാം മുഖേന, നമ്മുടെ ആഹാരക്രമങ്ങളും നമ്മുടെ ലൈഫ് സ്റ്റൈലും എല്ലാം മുഖേന ഇത്തരത്തിലുള്ള ഇൻഫെർട്ടിലിറ്റി വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇൻഫെർട്ടിലിറ്റി സെൻറ്റേഴ്സിൻ്റെ അല്ലെ ഹോസ്പിറ്റൽസിൻ്റെ അളവും ഒരുപാട് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പം നമുക്ക് ഈ എന്തിൻ്റെ ഹോർമോണോ അല്ലെങ്കിൽ ഈ സെമൻ ടെസ്റ്റോ ഒക്കെ ചെയ്തിട്ട് നമുക്ക് ലബോറട്ടറിയിൽ ടെസ്റ്റ് ചെയ്ത് ആരുടെയാണ് എന്തിൻ്റെയാണ് പ്രശ്നം എന്നൊക്കെ കറക്റ്റ് കണ്ടുപിടിക്കാനും അതിന് വേണ്ട മാർഗ്ഗങ്ങൾ ചെയ്യാനും ഒക്കെ ഉള്ള എല്ലാ മാർഗ്ഗങ്ങളും ഇപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അതിന് മെഡിസിൻസ് ഉണ്ട്, അതുപോലെ തന്നെ ART എന്ന് പറയും, അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ് ഒരുപാട് വർദ്ധിച്ചിട്ടുണ്ട്. ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ നമുക്കറിയാം, IVF എന്ന് പറയും, നമ്മുടെ ഈ സ്പേമും അതുപോലെ എഗ്ഗും കൂടെ വെളിയിൽ വെച്ച് ഫ്യൂസ് ചെയ്തിട്ട് ഫെർട്ടിലൈസേഷൻ നടത്തി നമ്മൾ നിക്ഷേപിക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റ് മെത്തേഡ്സ് ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസറും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് മെയിൽ ഇൻഫെർട്ടിലിറ്റി. Defects in sperm production, decrease in the number of sperms and their motility, toxins, pollution, smoking, drug abuse, consumption alcohol, sexually transmitted infections and inflammation of the reproductive organs can cause male infertility. Second, female infertility. Ovulation disorders, blockage in the fallopian tube and hormonal imbalance such as polycystic ovary syndrome, toxins, pollution, smoking, drug abuse, consumption alcohol, sexually transmitted infections and inflammation of the reproductive organs can cause infertility in women. Next, treatment. Hormone and semen test in the laboratory, ultrasound scanning and genetic test in diagnosis the cause of infertility, medicines and assisted reproductive technologies ART such as in vitro fertilization IVF can be beneficial for infertility treatment. നെക്സ്റ്റ്, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ STIs. സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആർ മെയിൻലി ട്രാൻസ്മിറ്റഡ് ത്രൂ സെക്ഷൽ കോൺടാക്ട്. സെക്ഷൽ കോൺടാക്റ്റിലൂടെയാണ് ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത്. ദിസ് ഡിസീസ് ആർ കോസ്ഡ് ബൈ
ഇതിന് കാരണക്കാർ ബാക്ടീരിയ, വൈറസ്, ഫംഗി ഓർ പാരസൈറ്റ്സ് ആയിരിക്കാം. മോസ്റ്റ് കോമൺ ആയിട്ടുള്ള STIs എന്ന് പറഞ്ഞത് എയ്ഡ്സ്, അക്യൂട്ട് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം എന്ന് പറയും. ഇതിന് കാരണക്കാരൻ HIV എന്ന് പറയുന്ന ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന വൈറസ് ആണ്. ഇപ്പോൾ 2020 നമുക്ക് ഈ എയ്ഡ്സിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവായിരുന്നു, ഒരുപാട് ബോധവൽക്കരണമൊക്കെ വന്നിട്ട്. എന്നാൽ ഇപ്പോൾ 2025 കണക്ക് പ്രകാരം എയ്ഡ്സിൻ്റെ അളവ് വർദ്ധിക്കുന്നു എന്നാണ് കണക്കുകൾ വരുന്നത്. അതുപോലെ തന്നെയാണ് അടുത്ത ഒരെണ്ണമാണ് ക്ലാമിഡൈസിസ് എന്ന് പറയും. അതുപോലെ തന്നെ ഗൊണേറിയ, സിഫിലിസ്, ജെനിറ്റൽ ഹെർപ്സ്, അതുപോലെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇൻഫെക്ഷൻ, അതിൻ്റേത് ഹെപ്പറ്റൈറ്റിസ് B, അതുപോലെ തന്നെ ട്രൈക്കോമോണിയാസിസ് ആൻഡ് കാൻഡിഡയാസിസ്. ഇതൊക്കെ ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ആയിട്ടുള്ള ഡിസീസിന് പ്രധാനപ്പെട്ട കാരണമാണ്. നമ്മുടെ ഈ താഴെ കൊടുത്തിരിപ്പുണ്ട് നമ്മുടെ ഗൊണേറിയയുടെ ആ വൈറസിൻ്റെ, അതുപോലെ HIV വൈറസിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൊണേറിയ എന്ന് പറയുന്ന ആ ഡിസീസിൻ്റെ കാരണക്കാരനായിട്ടുള്ള ഗോണോകോക്കി എന്ന് പറയുന്ന വൈറസിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിഫിലിസ് എന്ന് പറയുന്ന STIക്ക് കാരണക്കാരനായിട്ടുള്ളത് ട്രിപ്പോണിമ പല്ലിഡിയം എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. അപ്പം വൈറസോ ബാക്ടീരിയോ ഫംഗിയോ പാരസൈറ്റ്സോ ഒക്കെ ആയിരിക്കാം ഇത്തരത്തിലുള്ള രോഗങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം. പിന്നെ നമ്മൾ HPVയുടെ കാര്യം നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ. അതുപോലെ തന്നെ വാക്സിനേഷൻ അഗെയിൻസ്റ്റ് HPV ആൻഡ് ഹെപ്പറ്റൈറ്റിസ് B ഇൻഫെക്ഷൻസ് ആർ അവൈലബിൾ ആണ്. ഇൻ അഡീഷൻ സെൻഷറിങ് ജെനിറ്റൽ ഹൈജീൻ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഇങ്ങനെയൊക്കെ ഇതിന് രണ്ടിനുള്ള വാക്സിൻസ് ഒക്കെ അവൈലബിൾ ആണെങ്കിലും നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് എൻഷറിങ് ജെനിറ്റൽ ഹൈജീൻ ആയിരിക്കണം. ആൻഡ് സീക്കിംഗ് ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ ഇഫ് സിംറ്റംസ് ഒക്കർ ക്യാൻ ഹെൽപ്സ് പ്രിവെന്റിംഗ് ലോങ് ടേം കോൺസിക്വൻസ് ആൻഡ് റെഡ്യൂസിങ് ട്രാൻസ്മിഷൻ. അപ്പോൾ എന്തെങ്കിലും സിംറ്റംസോ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മെഡിസിൻസ് നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയും അതിൻ്റെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന് തടയാനും അല്ലെങ്കിൽ പകർച്ചവ്യാധി തടയാനുള്ള കുറയ്ക്കാനും ഒക്കെയുള്ള രീതിയിലുള്ള നമ്മൾ വേണ്ട കോൺസിക്വൻസ് ഒക്കെ നമ്മൾ ചെയ്യേണ്ടതാണ് കേട്ടോ, കുറയ്ക്കേണ്ടതാണ് ഇതെല്ലാം. ഇനി അതുപോലെ തന്നെ ഇന്റർവ്യൂ ഡോക്ടർ ടു ക്ലിയർ യുവർ ഡൗട്ട്സ് അബൌട്ട് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, കളക്ട് മോർ ഇൻഫർമേഷൻ ആൻഡ് പ്രിപ്പയർ ദ ഡിസ്പ്ലേ പോസ്റ്റർ ഓൺ ദ പതോജൻസ് കോസിങ് ദ എബോവ് ഡിസീസ്, ദർ ട്രാൻസ്മിഷൻസ് ആൻഡ് പ്രിവെൻഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സുമായിട്ട് നിങ്ങൾ ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാനാണ്. അതുപോലെ തന്നെ പോസ്റ്റർ തയ്യാറാക്കാനൊക്കെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് HPV ഇൻഫെക്ഷൻ ആൻഡ് സെർവിക്കൽ ക്യാൻസർ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. നമ്മൾ കുറച്ച് ക്ലാസ്സുകളായിട്ട് കേൾക്കുന്നുണ്ട് HPV വൈറസിനെ കുറിച്ച് അല്ലേ, അതിൻ്റെ വാക്സിനെ കുറിച്ചൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ HPV അല്ലെങ്കിൽ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻസ് ഈസ് വൺ അമംഗ് ദി മോസ്റ്റ് കോമൺ ആയിട്ട് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഉള്ള ഡിസീസാണ്. ദിസ് ഈസ് എ ടൈപ്പ് ഓഫ് വൈറസ് ആണ് ദാറ്റ് കോസ് ജെനിറ്റൽ വാർഡ്സ്. ജെനിറ്റൽ വാർഡ്സ് മീൻസ് നമ്മുടെ ശരീരത്തുണ്ടാകുന്ന അരിമ്പാറ എന്ന് പറയുന്ന രോഗങ്ങൾ. അപ്പോൾ ഈ അരിമ്പാറ എന്ന് പറയുന്ന രോഗം ഉണ്ടാക്കുന്നത് HPV എന്ന് പറയുന്ന വൈറസ് ആണ്. അത് നമ്മുടെ ജെനിറ്റൽ ഏരിയയിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് സൂക്ഷിക്കണം. നമുക്ക് വലിയ സിംറ്റംസ് ഒന്നും ഇത് കാണിക്കത്തില്ല. അതാണ് പറഞ്ഞത് വേരിയസ് ക്യാൻസേഴ്സ് ഇൻക്ലൂഡിംഗ് സെർവിക്കൽ ക്യാൻസറിന് വരെ ഇത് കാരണമായേക്കാം. ദ ഗ്രേറ്റസ്റ്റ് ചാലഞ്ച് ഇൻ പ്രിവെന്റിംഗ് ആണ് HPV ഈസ് ദ ആബ്സെൻസ് ഓഫ് മാനിഫെസ്റ്റേഷൻ ഓഫ് സിംറ്റംസ് ഈസ് എഫക്റ്റഡ് പേഴ്സൺ. അപ്പോൾ ഇത് എഫക്ട് ചെയ്ത ആളുകൾക്ക് സിംറ്റംസ് ഒന്നും കാണിക്കത്തില്ല, ഈ വാർഡ്സ് മാത്രമേ കാണത്തുള്ളായിരിക്കും. അപ്പോൾ അത് എന്തിനു വരെ കാരണമായേക്കാം? ജെനിറ്റൽ നമ്മുടെ സെർവിക്കൽ ക്യാൻസറിന് വരെ കാരണമായേക്കാം. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാരണമാണ് ഈ വാർഡ്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അരിമ്പാറ പ്രത്യേകിച്ച് ജെനിറ്റൽ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ. Chorionic infection with a high risk HPV types causes certain changes in the cells of the cervix. If left untreated, these changes can turn into cervical cancer. അപ്പം നമുക്കറിയാം കോറിയോണിക് ഇൻഫെക്ഷൻ, അതായത് ഇത് ഉയർന്ന ഒരു അപകട സാധ്യതയുള്ള ഒരു HPVയുടെ പല ഇനങ്ങളുണ്ട്. ഇതിൻ്റെ സ്ഥിരമായിട്ടുള്ള ഈ ബാധ ഉണ്ടല്ലോ, നമ്മുടെ സെർവിക്സിലെ ചില സെൽസിനെയൊക്കെ പല മാറ്റങ്ങളും ഉണ്ടാക്കിയിട്ട് ഇത് കറക്റ്റ് സമയത്ത് നമ്മൾ ചികിത്സിച്ചില്ലെങ്കിൽ ഇത് നമുക്ക് സെർവിക്കൽ ക്യാൻസർ ആയിട്ട് മാറും. പ്രധാനമായിട്ടും ദ റിസ്ക് ഓഫ് സെർവിക്കൽ ക്യാൻസർ ഈസ് ഹയർ ഇൻ ദി ഗേൾസ് ഹു ഹാവ് സെക്സ് ബിഫോർ ദ ഏജ് ഓഫ് 18 ഇയേഴ്സിന് മുൻപേ ഉള്ള കുട്ടികൾ ഉണ്ടാകുന്ന സെക്സ് ആണ് കൂടുതലായിട്ടും ഈ സെർവിക്കൽ ക്യാൻസർ ഉണ്ടാവുന്നതിനൊക്കെ പ്രധാനപ്പെട്ട കാരണം. അവരുടെ വളരെ ലോലമായിട്ടുള്ള സെല്ലുകളൊക്കെ അല്ലേ, അപ്പോൾ ആ സെല്ലുകൾക്കൊക്കെ പെട്ടെന്ന് ഇത് എഫക്റ്റ് ചെയ്യും. The virus infections is severe among them. Pap smear test and HPV test. അപ്പോൾ ഈ പാപ്പ് സ്മിയർ ടെസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ അതുപോലെ HPV ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മുടെ രോഗബാധ നേരത്തെ കണ്ടെത്തുന്നതിന് നമ്മൾക്ക് സഹായമാണ്. നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടെസ്റ്റുകളാണ് ഇത് കേട്ടോ. സിൻസ് സെർവിക്കൽ ക്യാൻസർ ഈസ് ദ സെക്കൻഡ് മോസ്റ്റ് കോമൺ ഡിസീസ് എമംഗ് വുമൺ ഇൻ കേരള ആഫ്റ്റർ ദ ബ്രസ്റ്റ് ക്യാൻസർ. ബ്രസ്റ്റ് ക്യാൻസറിന് ശേഷം നമുക്ക് ഇപ്പം കേരളത്തിലെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഡിസീസാണെന്ന് എന്തെന്ന് പറഞ്ഞത് ഈ സെർവിക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒന്ന് സൂക്ഷിച്ചിരിക്കേണ്ടതാണ്. വാക്സിനേഷൻ ഹാസ് ബീൻ സ്റ്റാർട്ടഡ് ഫോർ
ഗേൾസ് ഇൻ ദി ഹയർ സെക്കൻഡറി സെക്ഷൻസ് ടു പ്രിവെന്റ് ദിസ്. ഇപ്പം നമുക്ക് ഇതിൻ്റെ വാക്സിനേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. ഹയർ സെക്കൻഡറി സെക്ഷനിലൊക്കെ ഇതിൻ്റെ പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള വാക്സിനേഷനൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇത് സൂക്ഷിക്കേണ്ട ഒരു രോഗമാണ് ഇത്. അതുപോലെ തന്നെ ദർ ആർ വാക്സിൻസ് ദാറ്റ് ക്യാൻ ബി ഗിവൺ അപ് ടു 26 ഇയേഴ്സ് വരെ എടുത്തിട്ട് ഇതിൽ പ്രയോജനമുള്ളൂ. ഇൻ ഫീമെയിൽസിൽ അതുപോലെ തന്നെ 21 ഇയേഴ്സിലായിരിക്കണം മെയിൽസിലും എടുക്കേണ്ടത്. അപ്പം പുരുഷന്മാരിൽ 21 വയസ്സ് വരെയും സ്ത്രീകളിൽ 26 വയസ്സ് വരെയും നമുക്ക് ഇതിൻ്റെതിരെയുള്ള വാക്സിനുകൾ എടുക്കാം. ഇപ്പം നമുക്കിപ്പം ആ വാക്സിൻ അവൈലബിൾ ആയിട്ടില്ല, അതിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഇത്തരത്തിലുള്ള എന്തെങ്കിലും വാട്സ് പോലുള്ള എന്തെങ്കിലും നിങ്ങളുടെ ജെനിറ്റൽ ഏരിയയിൽ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, മെഡിക്കൽ കെയർ ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, എവല്യൂഷൻ ഇൻ ദി റീപ്രൊഡക്റ്റീവ് പ്രോസസ്സ്. ട്രേസസ് ഓഫ് evolutions can be seen in reproduction also. The developments from egg-laying organisms to mammals which give birth to lactate their young ones indicates the same. This is very obvious, the evolution of വെർട്ടിബ്രേറ്റ്. നമുക്കറിയാം എവല്യൂഷൻ അല്ലെങ്കിൽ പരിണാമത്തിനെ കുറിച്ച് അറിയാം അല്ലെ. ഒരു ചെറിയ സെല്ലിൽ നിന്നിട്ട് പരിണമിച്ചാണ് ഈ പറയുന്ന ഈ ലോകം ഉണ്ടായതും ഈ ലോകത്തിലുള്ള ജീവജാലങ്ങളൊക്കെ ഉണ്ടായതെന്നും ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നോക്കിയാട്ടെ, ഈ പരിണാമത്തിൻ്റെ അടയാളങ്ങൾ നമ്മുടെ ഈ പറഞ്ഞ റീപ്രൊഡക്ഷനകത്ത് നമുക്ക് കാണാനാവും. അതായത് നമുക്കറിയാം എഗ് ലേയിങ് ആയിട്ടുള്ള ആനിമൽസ് തൊട്ട് അതുപോലെ കുഞ്ഞുങ്ങളെ പ്രസവിച്ച് അവരെ മുലയൂട്ടി വളർത്തുന്ന സസ്തനികൾ അല്ലെ, മാമൽസ് വരെ നമുക്കിവിടെ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരെ വെർട്ടിബ്രേറ്റ്സ് ഇതെല്ലാം നമ്മുടെ എവല്യൂഷനിലൂടെ ഉണ്ടായതാണ് അല്ലെങ്കിൽ എവല്യൂഷന്റെ ഭാഗമാണെന്ന് നമുക്ക് തെളിയിക്കാൻ സാധിച്ചിട്ടുമുണ്ട്. ഇനി നോക്കിയാട്ടെ, ഫിഷ് ആൻഡ് ആംഫീബിയൻസ് നമുക്കറിയാം റീപ്രൊഡ്യൂസ് ത്രൂ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ് കേട്ടോ. മത്സ്യങ്ങളും ഉഭയജീവികളും ഒക്കെ അവർ എക്സ്റ്റേണലാണ് ഫെർട്ടിലൈസേഷൻ നടത്തുന്നത് അല്ലേ. എഗ് ഒക്കെ അവർ വെളിയിലാണ് നിക്ഷേപിച്ചിട്ട് അവർ അതിലേക്കാണ് എന്ത് ചെയ്യുന്നത്, സ്പേം വന്ന് ഫ്യൂസ് ചെയ്തിട്ട് അവരുടെ വെളിയിൽ ഇരുന്നിട്ടാണ് മത്സ്യങ്ങളായാലും ഈ പറയുന്ന ആംഫീബിയൻസിനകത്ത് വരുന്ന നമ്മുടെ തവള ഇവരെല്ലാവരും റീപ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ ബേർഡ്സ് റെപ്റ്റൈൽസ് ആയിട്ടുള്ള ബേർഡ്സ് ഇന്റേണൽ ഫെർട്ടിലൈസേഷൻ ആണ്. അവർക്ക് എന്താണ് മുട്ടയിടുന്ന അവരുടെ ഇന്റേണലിയാണ് അവരുടെ ഫെർട്ടിലൈസേഷൻ നടന്നിട്ടാണ് ആ മുട്ടയിട്ട് ആ മുട്ട വിരിഞ്ഞാണ് കുഞ്ഞുങ്ങളായിട്ട് മാറുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് അങ്ങനെ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷനും ഉണ്ട്, ഇന്റേണൽ ഫെർട്ടിലൈസേഷനും ഉണ്ട്. ഈവൻ ദ എഗ് ഈസ് ഹാച്ച്ഡ് ഔട്ട്സൈഡ് ദ ബോഡിയാണ്. ദ എംബ്രിയോ ഈസ് ഫുള്ളി ഡെവലപ്ഡ് യൂസിങ് ദ ന്യൂട്രിയൻസ് ഇൻസൈഡ് ദ എഗ്. ആ എഗ്ഗിനകത്തുള്ള ന്യൂട്രിയൻസ് ഉപയോഗിച്ചിട്ടാണ് ആ എഗ്ഗ് വിരിഞ്ഞു വരുന്നത് ഈ പക്ഷികളുടെയൊക്കെ. വെൻ ഇറ്റ് കംസ് ടു മാമൽസിൽ വരികയാണെങ്കിൽ ദ എഗ് ഈസ് ലിമിറ്റഡ് ടു സെൽ അല്ലെ, ഓവം ആയിരിക്കും. നമുക്ക് സെല്ലിന്റെ അളവ് കുറവായിരിക്കും അല്ലെ. ടിക്കറ്റ് ഫോർ ഫെർട്ടിലൈസേഷന് ദ ഫീറ്റസ് കംപ്ലീറ്റ്സ് ഇറ്റ്സ് ഗ്രോത്ത് ബൈ റിസീവിങ് ന്യൂട്രിയൻസ് ഫ്രം മദേഴ്സ് ബോഡി. അത് നമുക്ക് ഈ മാമൽസിന്റെ അടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഉള്ളിൽ ഇന്റേണലി നടക്കുന്നത് ഫെർട്ടിലൈസേഷൻ. അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നത് അവരുടെ അമ്മയുടെ ബോഡിയിൽ നിന്നാണ്. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ എഗ് അല്ലെങ്കിൽ നമ്മുടെ ഒരു എഗ് അല്ലെങ്കിൽ ഒരു ഓവം മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു മാസം. അതേസമയം നമ്മൾ ബേർഡ്സിന് നോക്കുകയാണെങ്കിൽ അവർ ഡെയിലി ഓരോ എഗ് വീതമല്ലേ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അവരുടെ ഒരു റീപ്രൊഡക്ഷന് വേണ്ടി അല്ലെങ്കിൽ പുതിയൊരു ജീവനെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി. അതുപോലെ നമ്മൾ ആനിമൽസിന്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഈവൻ ഒരു ഡോഗ്സിന്റെ കാര്യമായാലും അവരൊക്കെ ആണെങ്കിൽ ഒരുപാട് എഗ്സ് ആണ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവരുടെ ഒരു ഫെർട്ടിലൈസേഷന് വേണ്ടിയിട്ട് അവരുടെ ബോഡിയിൽ ഒരുപാട് എഗ്ഗുകൾ പ്രൊഡ്യൂസ് ചെയ്യും. ഒരേ സമയം ഒരുപാട് എഗ്ഗാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. മൾട്ടിപ്പിൾ എഗ് പ്രൊഡക്ഷൻ ആയിരിക്കും അവർക്കുള്ളത്. പക്ഷേ നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിന് സിംഗിൾ എഗ്ഗാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇൻ കേസ് ഏതെങ്കിലും ഒരു ഇതിലാണ് നമ്മൾ ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ എഗ്ഗ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിലാണ് അവിടെ ടിൻസ് ബേബീസ് ഒക്കെ ഉണ്ടാകുന്നത്. അതുപോലെ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന കാര്യം നോക്കിയാൽ ഹ്യൂമൻ ബീയിങ്സിനെല്ലാം 1 ബേബി ആയിരിക്കും. അല്ലെങ്കിൽ അത് ഏതെങ്കിലും കേസിലാണ് നമ്മൾ എന്ത് വരുന്നത്, ടിൻസും അതുപോലെ തന്നെ അതിൽ കൂടുതലൊക്കെ വരുന്നത് ഈ IVF ഒക്കെ ചെയ്യുന്ന രീതിയിലുള്ള കുട്ടികളായിരിക്കും ഉണ്ടാകുന്നത്. എലിഫന്റിനും 1 ബേബിയാണ് ഉണ്ടാകുന്നത്. എഗ്ഗ് ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അവരുടെ ബോഡിയുടെ വെച്ചിട്ടായിരിക്കും ജിറാഫിനും ഒക്കെ 1% ഉള്ളൂ ഒന്നിൽ കൂടുതൽ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാറില്ല എങ്കിലും 1% മാത്രം ചാൻസേ ഉള്ളൂ എലിഫന്റിനൊക്കെ ഒന്നിൽ കൂടുതൽ കുട്ടികൾ ഉണ്ടാകുന്നതിന്. ഇല്ലെങ്കിൽ അവർക്കും എന്ത് തന്നെയാണ് ഒരു ബേബി മാത്രമാണ് ഒരു സമയം ഉണ്ടാകുന്നത്. ബാക്കിയുള്ള ഒരുപാട് ചെറിയ ജീവജാലങ്ങളെയൊക്കെ നമുക്കറിയാം, ഇവർക്കൊക്കെ ഒരുപാട് നമ്പർ ഓഫ് മൾട്ടിപ്പിൾ ഓവുലേഷനാണ് ഇവരുടെ ബോഡിയിൽ നടക്കുന്നത്. ഒരുപാട് എഗ്ഗാണ് ഇവർക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ വൈവിധ്യമാർന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ നോക്കിയാട്ടെ, വിത്ത് ദ പ്രോസസ് ഓഫ് റീപ്രൊഡക്ഷൻ ടു നേച്ചർ കണ്ടിന്യൂസ് ടു എന്ത് ചെയ്യുന്നുണ്ട്, കൺവിൻസ് us that the history of living beings is that of evolution. By understanding the life process called reproduction, we should also be able to enjoy the continuity of life based on the ongoing process of evolution in nature. അപ്പോൾ നമുക്കറിയാം ജീവികളുടെ ചരിത്രം അല്ലെങ്കിൽ ഈ പറയുന്ന എവല്യൂഷനൊക്കെ നമ്മുടെ ഈ ഫെർട്ടിലൈസേഷൻ പ്രക്രിയയിലൂടെയാണ് പുതിയ ജീവികൾ, പുതിയ തരത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ള ജീവികളെല്ലാം
ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഈ പ്രകൃതിയിൽ തുടരുന്ന ഈ ഒരു എവല്യൂഷൻ പ്രക്രിയയാണ് നമ്മുടെ ഈ ജീവന്റെ തുടർച്ച ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുന്നതിന് പ്രധാനപ്പെട്ട കാരണം. നമുക്കിനി ലെറ്റേഴ്സസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് ഫുൾ ടൈം പ്രഗ്നൻസി ഇൻ ഹ്യൂമൻ ബീങ്സ്? ഹ്യൂമൻ ബീങ്സിൻ്റെ പൂർണ്ണകാല ഗർഭത്തിൻ്റെ കാലയളവ് എന്ന് പറഞ്ഞത് ഓരോ ഓപ്ഷൻസ് കൊടുത്തേപ്പുണ്ട്. അതിനകത്ത് നമ്മൾ നോക്കാം, പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാം. നമുക്കറിയാം ഏതാണ് 270 to 280 ഡേയ്സ് ആണ് ഹ്യൂമൻ ബീങ്സിൻ്റെ പ്രഗ്നൻസി ഡ്യൂറേഷൻ എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, ചൂസ് ദ വൺ വിച്ച് ഈസ് യൂസ്ഡ് ടു ഒബ്സർവ് ദ ഗ്രോത്ത് ഓഫ് ഫീറ്റസ്. ഫീറ്റസിൻ്റെ ഗ്രോത്ത് കാര്യങ്ങളുമൊക്കെ നമ്മൾ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന് പറയുന്ന പേരെന്താണ്? UV സ്കാൻ, അല്ലെങ്കിൽ നമ്മൾ എന്താണ് അൾട്രാസൗണ്ട് സ്കാൻ ആണ്. ഇനി അടുത്ത് നോക്കിയിട്ട് ദ ഫ്ലൂയിഡ് ഫിൽഡ് സാക്സ് ദാറ്റ് സറൗണ്ട് ആൻഡ് പ്രൊട്ടക്ട് ദ ഫീറ്റസ്. ഫീറ്റസിനെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടുള്ള വലയം ചെയ്തുകൊണ്ടുള്ള ആവരണം, ദ്രാവകം നിറഞ്ഞ ആവരണത്തിന് പറയുന്ന പേര് അമ്നിയോൺ. നെക്സ്റ്റ് ഇംപ്ലാന്റേഷൻ. ഇംപ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലാസ്റ്റോസിസ്റ്റ് അറ്റാച്ച് ടു ദി എൻഡോമെട്രിയം ആൻഡ് ഗ്രോസ്. ബ്ലാസ്റ്റോസിസ്റ്റ് നമ്മുടെ എൻഡോമെട്രിയത്തിൽ അറ്റാച്ച് ചെയ്ത് ഗ്രോ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ഇംപ്ലാന്റേഷൻ. നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ ഇല്ലസ്ട്രേഷൻസ് ഗിവൻ ബിലോ ഷോസ് എ സർജിക്കൽ പ്രൊസീജിയർസ് ദാറ്റ് മെൻ ക്യാൻ അഡോപ്റ്റ് ഫോർ കോൺട്രാസെപ്ഷൻ ആണ്. നോക്കിയാട്ടെ, ഗർഭനിരോധത്തിനായിട്ട് മെയിൽസിലുണ്ടാകുന്ന സ്വീകരിക്കാവുന്ന ഒരു ശസ്ത്രക്രിയ മാർഗമാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഏതാണ്? ഐഡന്റിഫൈ ദ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഇൻ മെയിൽസ് ആണ്. അത് ഏതാണ്? വാസെക്ടമി ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് കോൺട്രാസെപ്ഷൻ പോസിബിൾ ത്രൂ ദിസ് സർജറി? ഇതെങ്ങനെയൊക്കെയാണ് ഇത് പോസിബിൾ ആവുന്നത്? അത് നമ്മൾ കുറച്ച് മുൻപ് പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ ആൻസർ ഈസ് ബൈ കട്ടിങ് ഓർ ടൈങ് ദ വാസ് ഡിഫറൻസ് ദ പാസേജ് ഓഫ് ദി സ്പേം ഈസ് ബ്ലോക്ക്ഡ്. അത് പേജ് നമ്പർ 133 അതിൻ്റെ ആൻസർ കിടപ്പുണ്ട്. സിക്സ്ത് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓർഗാനിസം റീപ്രൊഡ്യൂസ് ബൈ എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ? ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതുള്ള എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത് ആർക്കാണ്? ആംഫീബിയൻസിനാണ്. അടുത്ത് നോക്കിയിട്ട് ഫസ്റ്റ് ബ്രസ്റ്റ് മിൽക്ക് ഫസ്റ്റ് ഡിഫൻസ് എന്നാണ് പറഞ്ഞത്. ദീസ് ആർ ദ വേർഡ്സ് ഇൻ ദ പോസ്റ്റർ ആണ് റിലേറ്റഡ് ടു റിലീസ്ഡ് ബൈ ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് വുമൺ ആൻഡ് ദ ചൈൽഡ് ഡെവലപ്മെന്റ് ഗവൺമെന്റ് ഓഫ് കേരളയാണ്. വാട്ട് ഈസ് യുവർ റെസ്പോൺസ് ടു ദ ഫേസസ് ഇൻ ദി പോസ്റ്റർ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ബ്രസ്റ്റ് മിൽക്ക് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡിഫൻസ് ആണെന്ന് പറഞ്ഞു. നമ്മളത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. എന്തിൻ്റെ കാര്യം? ബ്രസ്റ്റ് മിൽക്കിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അവിടെ നമ്മൾ കൊളോസ്ട്രോ എന്ന് പറഞ്ഞു അല്ലേ? ലൈറ്റ് യെല്ലോ കളേർഡ് മിൽക്ക് പ്രൊഡ്യൂസ്ഡ് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഗിവിംഗ് ബർത്ത്. അതാണ് നമുക്ക് കമ്പൾസറി ആയിട്ട് ഫീഡ് ചെയ്യേണ്ടത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബ്രസ്റ്റ് മിൽക്കിനകത്ത് ആൻറ്റിബോഡീസ് ഉണ്ട് ദാറ്റ് പ്രൊട്ടക്ട് ദ ബേബി അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ എന്നൊക്കെ, പല രോഗങ്ങളിൽ നിന്നുമൊക്കെ രക്ഷിക്കുന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കൊടുക്കണമെന്നുള്ളത് ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമാണെന്നുള്ള കാര്യം നമ്മൾ പ്രൂവ് ചെയ്യണം അല്ലേ? ഫസ്റ്റ് ബ്രസ്റ്റ് മിൽക്കാണ് ഫസ്റ്റ് ഡിഫൻസ്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് റെഡ്യൂസ് ഫെർട്ടിലിറ്റി ഇൻ ബോത്ത് മെൻ ആൻഡ് വുമൺ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. അതിൻ്റെ ഫെർട്ടിലിറ്റി വുമണിലും മെന്നിലും നടക്കുന്ന പ്രത്യുൽപാദനക്ഷമത കുറയ്ക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അല്ലേ? ടോക്സിൻസ്, പൊല്യൂഷൻസ്, സ്മോക്കിംഗ്, ഡ്രഗ് അബ്യൂസ്, കൺസംഷൻ ആൽക്കഹോൾ, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് ആൻഡ് ഇൻഫ്ലമേഷൻ ഓഫ് ദി റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ക്യാൻ റെഡ്യൂസ് ദ ചാൻസ് ഓഫ് ഫെർട്ടിലിറ്റി ഇൻ മെൻ ആൻഡ് വുമൺ. അതുപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ഫിസിക്കൽ ചേഞ്ചസ് ഓഫ് ദി ഫീറ്റസ് ഡ്യൂറിങ് ഈച്ച് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസി. അത് നമ്മൾ 3 ട്രൈമസ്റ്ററിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ? ഓരോ ട്രൈമസ്റ്ററായിട്ട് നടക്കുന്ന പ്രഗ്നൻസിയുടെ ഓരോ ഘട്ടങ്ങൾ പറഞ്ഞായിരുന്നു. അത് പേജ് നമ്പർ 120 അത് കിടപ്പുണ്ട്, ഡെവലപ്മെൻറ്റ് ഓഫ് ദി ഫീറ്റസിൻ്റേത്. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ചീഫ് വേസ് ടു അവോയ്ഡ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ്? STIs ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള മുഖ്യമായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അതിന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. വാക്സിനേഷൻ ഉണ്ട്, HPV-യുടെ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഒക്കെ വാക്സിനേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ജെനിറ്റൽ ഹൈജീൻ ആൻഡ് സീക്കിംഗ് ഇമ്മീഡിയറ്റ് മെഡിക്കൽ അറ്റൻഷൻ ആണ്. ഇതിൻ്റെ എന്തെങ്കിലും സിംറ്റംസ് ഒക്കെ ക്യാൻ ഹെൽപ്പ് പ്രിവെൻറ്റിംഗ് ദ ലോങ് ടേം കോൺസിക്വൻസ് ആൻഡ് റെഡ്യൂസിങ് ട്രാൻസ്മിഷൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്ത പാർട്ടിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ പഠിച്ചതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ പുതിയ പുതിയ വീഡിയോകൾ പെട്ടെന്ന് ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്